ഹായ് ഫ്രണ്ട്സ്, ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന ഒറ്റ നില ഒരു വീടാണ്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമ്മൾ ഡോർസിനെ കുറിച്ചാണ് പറയുന്നത്. വാതിലുകൾ ഇന്ന് നമുക്കറിയാം, മഴയും നമ്മളുടെ ക്ലൈമറ്റൊക്കെ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് മരത്തിൻ്റെ വുഡൻ ഡോർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ചെതിൽ പിടിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഡോർസ് ബെൻഡാവുന്ന കാര്യത്തിലാണെങ്കിലും പല ബുദ്ധിമുട്ടുകളും നമ്മൾ മരത്തിൻ്റെ ഡോറ് കൊണ്ട് സംഭവിക്കാറുണ്ട്. ഇത് WPC കൊണ്ടുള്ള ഡോറാണ്. ഇത് മെയിൻ ഡോറാണ്, ഡബിൾ ഡോറാണ്. ശരിക്കും ഒരുപാട് ഡിസൈൻസിൽ ഈ WPC ഡോർസ് അവൈലബിൾ ആണ്. ഇതിന് നമ്മൾ മരത്തിൽ കൊടുക്കുന്ന പോലെ ലോക്ക് സിസ്റ്റം, ടവർ ബോൾട്ട് സിസ്റ്റം എല്ലാം കൊടുക്കാം. ഇത് ബെഡ്റൂം ഡോർസാണ്, ഡോർസിൻ്റെ ഡിസൈൻസാണ്. ഈ വീട്ടിൽ 3 ബെഡ്റൂംസാണ് വരുന്നത്. ഇത് ഇതൊരു കോമൺ ടോയ്ലറ്റാണ്. ടോയ്ലറ്റിനും നമ്മൾ WPC ഡോറ് തന്നെയാണ് ഈ വീട്ടിൽ കൊടുത്തതായിട്ട് കണ്ടത്. ഇവിടെ ഈ WPC ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഏത് ക്ലൈമറ്റിലും ഇത് യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇതിന് ബെൻഡോ അല്ലെങ്കിൽ ചെതൽ പിടിക്കുന്ന പ്രോബ്ലം അങ്ങനെയൊന്നും ഇതിന് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും മരത്തിനേക്കാളും നമുക്ക് ലാഭകരവുമാണ്. ഇതിൽ ഒരുപാട് ഡിസൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസൈൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരത്തിൻ്റെ ഡോറിൻ്റെ അതേ ഒരു ഫീല് തന്നെ ഇത് നൽകും. ഒരു വുഡൻ ഫീല് തന്നെ നൽകും. ഏകദേശം ആ തിക്നെസ്സിൽ ഇത് അവൈലബിൾ ആണ്. 1.25 ഇഞ്ചോളം വരുന്ന കനത്തിലും ഈ ഡോർസ് എല്ലാം അവൈലബിൾ ആണ്. ഈ വീട്ടിൽ പൂർണ്ണമായിട്ടും എല്ലാ ഡോറുകളും WPCയിലാണ് കൊടുത്തതെങ്കിലും ലാസ്റ്റ് കിച്ചണിൽ വരുന്ന എക്സിറ്റ് ഡോറ്, പുറത്തോട്ടുള്ള ഡോറ് മാത്രം ഇവിടെ സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് ഇവിടെ ഔട്ട് സൈഡിലോട്ട് മാത്രം കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡോർസ് എല്ലാം WPC ആണ്. അപ്പോൾ WPC ഡോർസ് നിങ്ങൾക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാണ്.